അവിടെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു. ഞാനിവിടെ വ്യക്തമായി ഈ വിഷയം ചോദിച്ചു, എന്താണ് ഇവിടെ രണ്ടു തമ്മിലുള്ള വ്യത്യാസം? അള്ളാഹുവിനെ സഹായിയായി കാണുമ്പോൾ അള്ളാഹുവിനോട് സഹായം തരാം, അതുപോലെ തന്നെ പ്രവാചകരോട് സഹായം തരാം, അതുപോലെ മുസ്ലിങ്ങളോട് സഹായം തരാം. ഇത് രണ്ടും രണ്ടാണതിന് തെളിവുണ്ടല്ല. അള്ളാഹു സ്വയം പര്യാപ്തനാണ് എന്നതിന് തെളിവ് തരും. മറ്റുള്ളവർ സ്വയം പര്യാപ്തരല്ല എന്ന് പറഞ്ഞുകൊണ്ടായില്ല. സ്വയം പര്യാപ്തത ഇല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരാളുടെ സഹായം തേടാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ ഈ ആയത്തിൽ നിന്ന് തെളിവ് വെച്ചപ്പോൾ ഒരേ ആയത്തിൽ നിന്ന് തന്നെ തെളിവ് മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ആയത്ത് നോക്കിയപ്പോ ആ ആയത്തിൽ അതിന് തെളിവില്ല എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ കൂടിയിരിക്കുന്ന ആളുകളാണ് ഇപ്പോ ഒരു ആയത്തിൽ പിന്നാലെ തന്നെ കൂടാനില്ല വേറെയും ആയത്തുണ്ട് എന്ന് പറഞ്ഞാൽ അറിയത്. ഞാൻ ഒന്ന് ചോദിക്കുന്നു, നിങ്ങൾ ഏത് ആയത്തെ ഉദ്ധരിച്ചാലും വിട്ടുപോയ മഹാത്മാക്കളോട് സഹായം തേടൽ അനുവദനീയമായി പറയാൻ അത് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ടാവട്ടെ കൊടുക്കാത്ത കഴിവുകൊണ്ടാവട്ടെ ഏത് കഴിവുകൊണ്ടാണെങ്കിലും മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടാൻ തെളിവായി നിങ്ങൾക്ക് വല്ല പ്രമാണവും ഉദ്ധരിക്കാൻ തന്നെയാണ്. ഞാൻ ചോദിക്കുന്നു എന്നാണ് പരാതി. ഞാൻ ചോദിക്കാതെ ഇവിടെ ഉത്തരം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ചോദ്യമാകും. അവർ ചോദിക്കില്ല. അത്ര വിഷയമുള്ളൂ. അപ്പൊ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടൽ അനുവദനീയമാണ് എന്നതിൽ ഇവർ ഉദ്ധരിക്കപ്പെടണം. ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ആയത്തോ അള്ളാഹുവിനെയും റസൂലിനെയും മുമ്പിലുകളെയും ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിൽ അള്ളാഹുവിനെയും ബാക്കിയുള്ളവരെയും വേർതിരിക്കുവാനുള്ള തെളിവ് ആ തെളിവ് ഉദ്ധരിച്ചിട്ടില്ല. അള്ളാഹു സ്വയം പര്യാപ്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ സ്വയം പര്യാപ്തത ഇല്ലാത്തവരും അതുകൊണ്ട് തന്നെ അവരോട് പ്രാർത്ഥിക്കാവുന്നതാണ് അല്ലെങ്കിൽ വിശ്വാസം നടത്താവുന്നതാണ് എന്നതിൽ തെളിവിച്ചിട്ടില്ല. മാത്രമല്ല മരിച്ചുപോയവർ ഇവിടെ സഹായി എന്ന് ഞാൻ അർത്ഥം പറഞ്ഞതാണ്. ഞാൻ അർത്ഥം പറഞ്ഞത് ആ ആയത്തിന്റെ മുമ്പുള്ള പ്രത്യേകമാണ് ഭൂതവ്യക്തികളെ പരസ്പരം ആത്മമിത്രങ്ങളാക്കരുത്, ആത്മബന്ധുക്കളാക്കരുത് എന്നാണ് അവരെ ഞാൻ പറയുന്നത്. സഹായം അവിടെ പറയുന്നത് എന്ന് പറഞ്ഞു. അവരോടുള്ള പാടില്ല എന്ന് പറയുമ്പോ അവർക്ക് ബന്ധം പാടുള്ളവരുടെ പരിധിയാണ് സൂചിപ്പിച്ചത്. അള്ളാഹുമായും റസൂലുമായും അതുപോലെ സത്യവിശ്വാസികളുമായും ബന്ധം പുലർത്താം. ആ ബന്ധം അവരുമായുള്ള ബന്ധം അത് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചാണെങ്കിലും ആ ബന്ധത്തിൽ പ്രശ്നമില്ല എന്നാണ് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ മുൻകാല എല്ലാ പ്രവാചകന്മാരോടും ആദർശ ബന്ധം നമുക്കുണ്ട്. അവരോട് ആദർശ ബന്ധമുണ്ട്. ആ തരത്തിൽ എല്ലാ മുമ്പിനോടും ആദർശ ബന്ധമുണ്ട്. നമുക്ക് ആ പ്രശ്നമില്ല. അതുകൊണ്ട് അവിടെ മരിച്ചവർ പെടുമെന്നാരെങ്കിലും പറഞ്ഞാൽ പോലും പ്രശ്നമില്ല. എന്നാൽ ഒന്ന് ഇവിടെ വലിയ പദത്തിന് സഹായി എന്ന് അർത്ഥം പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ പ്രത്യേകം മരിച്ചുപോയവർ പെടുമെന്ന് പറഞ്ഞിട്ടില്ല. മരിച്ചുപോയവർ പെടുമെന്ന് പറഞ്ഞിരിക്കുന്ന അവരെ സഹായി എന്ന അർത്ഥവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൂടെ മനസ്സിലാക്കി ഉദ്ധരിക്കണമെന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്നമാവലിക്കുണ്ടാകുന്നു എന്ന് തുടങ്ങുന്ന ആയത്ത് മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം താൻ തെളിവായിരുന്നത് ഇതുവരെ രേഖ ഉദ്ധരിച്ചില്ല. മാത്രമല്ല ഞാൻ നമ്മൾ ചോദിച്ചു, ഈ തെളിവ് ഈ ആയത്ത് മുസ്ലിം സമൂഹത്തിന് ഓടിക്കൊടുത്തിരിക്കുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മരിച്ചുപോയിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവാചകനോട് അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തോടെ എങ്കിലും ഒരു വിശ്വാസം നടത്തിയ തെളിവ് ഉദ്ധരിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു. ചോദിക്കാൻ പാടില്ല എന്ന് മറുവട്ടം ആദ്യമേ പറഞ്ഞിരിക്കുകയാണ്. അത് കാരണം ഉത്തരവില്ലാത്തതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് വിഷയം. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മരിച്ചുപോയ ഏതെങ്കിലും ഒരു പ്രവാചകനോട് പ്രവാചക തിരുമേനിച്ചുള്ള ആവശ്യം വിശ്വാസം നടത്തിയിരിക്കുന്ന ഒരു സംഭവം വയ്ക്കേണ്ടതുണ്ട് എന്നാണ്. അതിൽ കടലിനോട് ഏതോ ഒരു മനുഷ്യൻ ചെയ്തിരിക്കുന്ന പ്രവർത്തനമാണ്. ആ മനുഷ്യനെ ആരാണെന്ന് പറയുവാൻ പോലും മറുപടി തയ്യാറല്ല. പിന്നെന്താ പ്രശ്നം? ആ മനുഷ്യൻ ആരാവട്ടെ പ്രശ്നമല്ല. വിഷയം ഉമർ ഖത്താബിന്റെ ചെവിയിലെത്തിയിട്ട് ഉമർ ഖത്താബ് നിശ്ചയിച്ചിട്ടില്ല എന്നാണ്. എന്നാൽ ഉമർ ഖത്താബിന്റെ ചെവിയിൽ ആ വിഷയത്തിന്റെ പൂർണ്ണമായ രൂപം എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് ഉദ്ദേശിച്ച കാര്യം ഉദ്ദേശിച്ചോട് പറയാൻ സാധിക്കുമോ? ഇദ്ദേഹം റസൂലുള്ളാഹിയുടെ കബറിൽ ചെന്ന് വിശ്വാസം നടത്തിയെന്നും ഇസ്തഖീർ ഉമ്മത്തിക്കാരെന്ന് പറഞ്ഞുവെന്നും തുടങ്ങി അങ്ങോട്ടുള്ള മുഴുവൻ സംഭവവും ഉമർ ഖത്താബിന്റെ ചെവിയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് ആ റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വന്നത് ആരാണ് എന്ന് പറയാത്തത്. മാത്രമല്ല ഇസ്ലാമിക പ്രമാണങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ പ്രവാചക ചര്യ ഇസ്ലാമിക പ്രമാണമില്ല. ഈ പ്രമാണങ്ങളെ നിങ്ങൾ ഉദ്ദേശിച്ചത് ഉൾപ്പെടുമെന്നാണ് ഞാൻ ചോദിക്കാനുള്ളത്. നിങ്ങൾ ഉദ്ദേശിച്ചത് വിശുദ്ധ ഖുർആനാണോ, അല്ലാഹുവിന്റെ പ്രവാചകരുടെ ഹദീസാണോ, അല്ല ലോകത്ത് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഇജ്മാ ആണോ, അതെല്ലാം തയ്യാറാണോ?
അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഏതോ ഒരു മനുഷ്യൻ പ്രവർത്തിച്ചു എന്നാണ്. ആ മനുഷ്യൻ പ്രവർത്തിച്ചതിന്റെ ഒരു ഭാഗം ഉമർ ഖത്താബിനെ കേൾപ്പിച്ചു എന്നാണ്. അതുകൊണ്ട് ഇസ്ലാമിക പ്രമാണമാകില്ല. ഇസ്ലാമിക പ്രമാണമാകണമെങ്കിൽ ഒന്നുകിൽ വിശുദ്ധ ഖുർആൻ വേണം, അല്ലെങ്കിൽ പ്രവാചകരുടെ വാക്ക്, പ്രവൃത്തി, അനുവാദം, അത് മൂന്നും ഉദ്ധരിച്ചിട്ടില്ല. പിന്നെ അല്ലെങ്കിൽ ഇജ്മാ അല്ലെങ്കിൽ ആ 4 പ്രമാണങ്ങളിലും ഇത് ഉദ്ധരിക്കപ്പെടില്ല. അതുപോലെ തന്നെ ഈ വിഷയം ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഇസ്ലാമിക പ്രമാണങ്ങളിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ അല്ലെങ്കിൽ ഇസ്ലാം നടത്തുവാൻ സഹായം തേടുവാൻ അനുവദനീയമായി എന്ന് തെളിവുണ്ടോ എന്ന് ചോദിച്ചത് ആ ഉദ്ധരണി തെളിവല്ല എന്ന് മാത്രമാണ് ഇവിടെ വ്യക്തമായി നല്ലതുപോലെ കബളിപ്പിച്ചുകൊണ്ടാണ് മൗലവി തന്നെ മറുപടി ആരംഭിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇസ്തിഗ്ഹാസക്ക് സഹായാർത്ഥത്തിന് തെളിവായി ഞങ്ങൾ ഉദ്ധരിച്ചത് എന്നാണ് പറഞ്ഞു വെച്ചത്. മുന്നിലിരിക്കുന്ന ആളുകൾ ബുദ്ധിയുള്ളവരാണ് എന്ന് മൗലവിയെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾ ഇന്നമാ വലിയകും റസൂലുഹു എന്ന ആയത്ത് ഓതിക്കൊണ്ട് അള്ളാഹു നിങ്ങളുടെ സഹായിയാണ്, അമ്പിയാക്കളും ഔലിയാക്കളും സഹായികളാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ അർത്ഥം വാദത്തിന് വേണ്ടി ഞങ്ങൾ സമ്മതിച്ചുകൊണ്ട് പറയട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോരാ, നിങ്ങളുടെ ആധികാരിക മുഖപത്രത്തിൽ തന്നെ ഇന്നമാവലിയും അല്ലാഹു എന്ന ആയത്തിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ സഹായിക അല്ലാഹുവാണ് എന്നാണ്. ആദർശബന്ധു എന്നല്ല, നിങ്ങളുടെ ആത്മമിത്രമാണത്രേ അല്ലാഹു. ആദർശബന്ധുവാണത്രേ അല്ലാഹു. നിങ്ങളുടെ ആദർശബന്ധു അല്ലെങ്കിൽ ആത്മമിത്രം എന്നല്ല അതിന്റെ അർത്ഥം. അതിന് അർത്ഥങ്ങൾ അങ്ങനെ ഉണ്ടാകാം, വ്യാപകമായ അർത്ഥം എന്തും ഉണ്ടാകാൻ ഞാനിത് നിഷേധിക്കുന്നില്ല. അല്ലാഹു ആത്മമിത്രമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ആദർശ ബന്ധുവായിക്കൊള്ളട്ടെ, അതൊന്നും ഈ വിഷയത്തെ ബാധിക്കുന്ന കാര്യമല്ല. ഇവിടെ ഇന്നമാ വലിയകും അല്ലാഹു എന്നതിന് അല്ലാഹു നിങ്ങളുടെ സഹായിയാണ് എന്ന അർത്ഥം കൊടുത്തിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുഖപത്രമായ അൽമനാർ മാസികയാണ്. ഞങ്ങളുടെ ഏത് പുസ്തകമെടുത്തല്ല ഉദ്ധരിച്ചത്, ഇത് തെളിവായി ഉദ്ധരിച്ചതുമല്ല. മറിച്ച് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ള സഹായി അർത്ഥം അത് വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു എന്ന ആമുഖം മൗലവി പറഞ്ഞപ്പോഴാണ് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ പോരാ, നിങ്ങളുടെ മുഖപത്രത്തിൽ തന്നെ ഇന്നമാവലിയും എന്നതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് ആത്മമിത്രം എന്നല്ല, ബന്ധു എന്നുമല്ല. പ്രത്യുത ഇന്നമാവലിയും അള്ളാഹു നിങ്ങളുടെ സഹായിയാണ്, അള്ളാഹുവിന്റെ റസൂലും നിങ്ങളുടെ സഹായിയാണ്, വല്ലതീനാമനു നിങ്ങളുടെ സഹായികളാണ്. ആ സഹായികളാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കാമെങ്കിൽ റസൂലിനോട് സഹായം ചോദിക്കാം, റസൂലിനോട് ചോദിക്കാമെങ്കിൽ ഔലിയാക്കളോട് ചോദിക്കാം, അള്ളാഹുവിനോട് ചോദിക്കാം എന്നതിന് ഈ ആയത്ത് തെളിവാണോ എങ്കിൽ റസൂലിനോട് ചോദിക്കാൻ ഈ ആയത്ത് തെളിവാണ്. അള്ളാഹുവിനോട് സഹായം ചോദിക്കാമെന്നതിന് ഈ ആയത്ത് രേഖയാണോ എങ്കിൽ ഔലിയാക്കളോട് സഹായം ചോദിക്കാമെന്നതിന് ഇത് രേഖയാണ്. എന്നാൽ പിന്നെ ഒരു സംശയം, അങ്ങനെയാണ് ആ ഔലിയാക്കളിൽ അല്ലെങ്കിൽ അമ്പിയാക്കളിൽ മരിച്ചവര് ആ സഹായാർത്ഥനയുടെ പരിധിയിൽ ഉൾപ്പെടുമോ? അതിന് ഞാൻ മറുപടി പറഞ്ഞു. മൗലവി സാഹിബ് പറഞ്ഞത് സ്വന്തം നിലക്ക് പറഞ്ഞു വിശദീകരിക്കുവാനാണ്. വിനയത്തോടെ ഞാൻ പറയുന്നു, സ്വന്തം നിലക്കല്ല വിശദീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹയ്യാൻ നഹ്വി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ ബഹറുൽ മുഹീത്ത് എന്ന വിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളത് വല്ലതീനാമനു ബഹുമാനപ്പെട്ട ഹസൻ അൽ ബസരി സാബിഈ പ്രമുഖനായ ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹയ്യാൻ നഹ്വി ഈ ആയത്തിന് അർത്ഥം പറഞ്ഞുള്ളത് വലാഹു ഖൗലിഹി വല്ലതീനാമനു ഔലിയാക്കൾ അല്ലെങ്കിൽ സത്യവിശ്വാസികളുടെ പ്രകടമാർത്ഥം തന്നെ ഇത് ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളവരും മരിച്ചു